JDU ചില്ലാട്ടം തുടങ്ങി. നമ്മുടെ സാക്ഷാൽ നിതീഷ് കുമാർ ഇസ്രയേലിന് ആയുധം നൽകരുത് എന്ന് പറയുന്ന പ്രസ്താവനയിൽ പ്രതിപക്ഷത്തോടൊപ്പം ഒപ്പുവെച്ചു. മുന്നണി NDA ആണെങ്കിലും സംഗതി കിണ്ടിയിലാണ് കാര്യങ്ങൾ. നാണൂറിലേക്കെത്താൻ വേണ്ടി ആഗ്രഹിച്ച് 220 പരിസരത്തൊക്കെയും എരിഞ്ഞു തീർന്നപ്പോൾ പിന്നീട് പിന്തുണ തേടിയത് 2 പ്രമുഖരായ അവസരവാദികളുടേതായിരുന്നു. ഒന്ന് നമ്മുടെ ചന്ദ്രബാബു നായിഡുവും 2 നമ്മുടെ നിതീഷ് കുമാറും. ചന്ദ്രബാബു നായിഡു ആന്ധ്രയിൽ കുറച്ച് തിരക്കിലാണ്. തലസ്ഥാന നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങളിൽ വളരെ ശക്തമായി വ്യാപൃതനായിരിക്കുന്നതുകൊണ്ട് ഇങ്ങോട്ട് ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സമയം കിട്ടുന്നില്ല. എന്നാൽ നമ്മുടെ നിതീഷ് കുമാർജി സംഗതി ഗൗരവമായിട്ട് നിൽക്കുകയാണ്. ഇവരിരുവരും ചേർന്നാണ് നമ്മുടെ വഖഫ് ബില്ലിനെ ഒരു പരുവമാക്കിയത്. ഇപ്പോൾ ദേ പുതിയൊരു നിലപാട് കൂടി നിതീഷ് കുമാർജി എടുത്തിരിക്കുന്നു. അത് വേറൊന്നുമല്ല, സംഗതി ഇസ്രായേലിന് ആയുധം കൊടുക്കുന്നത് ഇന്ത്യ സർക്കാർ അവസാനിപ്പിക്കണം. അത് ഇന്ത്യ തുടർന്നു വരുന്ന നയങ്ങൾക്ക് ചേർന്നതല്ല. ഇന്ത്യ പണ്ട് മുതലേ പശ്ചിമേഷ്യൻ വിഷയത്തിൽ എന്തെങ്കിലും അനുഭാവം പ്രകടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫലസ്തീനോടായിരുന്നു. ഫലസ്തീനിലെ ആളുകളോട് കാണിച്ചിട്ടുള്ള താല്പര്യവും അവിടുത്തെ ഭരണാധികാരികളോട് കാണിച്ചിട്ടുള്ള AB വാജ്പേയി അടക്കമുള്ളവരുടെ നിലപാടിൽ നിന്നൊക്കെ മാറിയാണ് ഇപ്പോൾ ഇസ്രയേലുമായി ചങ്ങാത്തം നടത്തി അവർക്ക് ആയുധങ്ങൾ നൽകുന്നത്. ആ ആയുധം നൽകുന്നത് അവസാനിപ്പിക്കണമെന്നാണ് നിതീഷ് കുമാറിൻ്റെ നിലപാട്. എന്നുവെച്ചാൽ അക്കരെ നിൽക്കുമ്പോഴും ഇക്കരെയാണ് എൻ്റെ മാനസം എന്ന് പറയുന്നത് പോലെ. ഏതായാലും സംഗതി അങ്ങനെ ഒപ്പിട്ട് പ്രതിപക്ഷത്തിന് നിതീഷ് കുമാർജി കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആകെയുള്ളൊരു പോക്കും ആയുസുമൊക്കെ നോക്കിയാൽ ഹരിയാന, മഹാരാഷ്ട്ര, ജമ്മു കാശ്മീർ ഈ തെരഞ്ഞെടുപ്പുകൾ, ജാർഖണ്ഡ് ഒക്കെ ആയി തീരുന്നതോടുകൂടി ഇതൊരു പരുവമായി തീരാനാണ് സാധ്യത. അതുമാത്രവുമല്ല, മൂഡ് ഓഫ് നേഷൻ എന്ന് പറഞ്ഞ് ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിൽ നമ്മുടെ മോഡിജിയുടെ തിളക്കം ഏതാണ്ട് 50% താഴേക്ക് പോരുകയും രാഹുൽ ഗാന്ധി മുന്നേറുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു റിപ്പോർട്ടും പുറത്തുവിട്ടിട്ടുണ്ട്. അതിലൊന്നും പ്രത്യേകിച്ച് വലിയ കാര്യമില്ല, കാരണം ഇലക്ഷൻ പ്രഡിക്ഷൻ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഏതായാലും അങ്ങനെ ഒരു മൂഡിലേക്ക് കാര്യങ്ങൾ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത.